ഇപ്പൊ എന്റെ അച്ഛൻ അതന്നെയല്ലേ ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ തൂക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ആ കുട്ടി പറയുന്നതില് ഒരു തെറ്റും പറയാനില്ല. കാരണം 5 വർഷത്തിനിടെ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് ആ കുട്ടിയുടെ അമ്മയും അച്ഛനും മുത്തശ്ശിയുമാണ്. 2019 ആദ്യത്തെ സംഭവം. ഈ ചെന്താമര എന്ന കൊടും ക്രിമിനൽ, അതായത് സൈക്കോ എന്ന് തന്നെ നമുക്ക് പറയാം. നാട്ടുകാരെല്ലാം ഈ ചെന്താമരയെ കുറിച്ച് പറയുന്നത് ഇയാൾ ഒരു സംശയ രോഗിയാണ്. ഇയാളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മറ്റുള്ളവരാണ്. ആ ഒരു സംശയമാണ് ഇപ്പോൾ കൊലപാതകത്തിൽ കലാശിച്ചത്. ചെന്താമര എന്ന് പറയുന്നയാൾ കടുത്ത അന്ധവിശ്വാസിയായിരുന്നു. കയ്യിൽ കിട്ടുന്ന പൈസയെല്ലാം ചെന്താമര ദുർമന്ത്രവാദത്തിനായി വിനിയോഗിക്കുകയും അതുപോലെ തന്നെ ഇയാളുടെ ഭാര്യയുടെ കമ്മലടക്കം വിറ്റാണ് ഇയാള് ഈ ദുർമന്ത്രവാദത്തിനായിട്ട് പൈസ കണ്ടെത്തിയിരുന്നത്. ഈ ചെന്താമരയുടെ ഭാര്യ ഇയാളുടെ സ്വഭാവ ദൂഷ്യം സഹിക്ക വയ്യാതെ വീട് വിട്ടുപോയി. അപ്പം ഇതിന് കാരണം സജിതയാണ് എന്ന് ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു. നാട്ടുകാർ ആരുമായി ഇയാൾക്ക് അടുപ്പമില്ല. ഇയാളുടെ നീക്കങ്ങളെല്ലാം ദുരൂഹത നിറഞ്ഞതാണ്. പലരോടും പക. ഇയാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മറ്റുള്ളവരാണ് എന്ന് ഇയാൾ കരുതി. അങ്ങനെ ഇയാൾ ഒരു പണിക്കാരുടെ അടുത്ത് പോകും. ആ പണിക്കര് പറയുന്നു, നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുന്നു. ഇയാളുടെ ഈ സംശയമാണ് 5 വർഷത്തിനു മുന്നേ സുധാകരന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആ സമയത്ത് സജിതയുടെ ഭർത്താവ് സുധാകരൻ തിരുപ്പൂരായിരുന്നു. കുട്ടികൾ സ്കൂളിലുമായിരുന്നു. ഈ സമയം നോക്കിയാണ് ചെന്താമര സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ചെന്താമര മലമുകളിലെ കാട്ടിൽ ഒളിച്ചു. പിന്നീട് പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രതിയെ കീഴടക്കിയത്. അതിനുശേഷമാണ് 5 വർഷത്തിന് ശേഷമാണ് പ്രതി ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ടും ചെന്താമരയുടെ പക അടങ്ങിയില്ല. ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി വീണ്ടും അവസരത്തിനായി കാത്തിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സുധാകരനെയും സുധാകരന്റെ അമ്മയെയും കൊലപ്പെടുത്തിയത്. ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കൊലപ്പെടുത്തിയ വീടിന് മുന്നിൽ വന്ന് എങ്ങനെയാണ് താമസിക്കാൻ കഴിയുക? ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ നാട്ടുകാരും സുധാകരനും സുധാകരന്റെ മകളുമെല്ലാം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വധഭീഷണി ഉണ്ട് എന്ന് പോലീസുകാരോട് പറഞ്ഞതാണ്. അപ്പോൾ പോലീസുകാർ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അഖില പരാതി കൊടുക്കാൻ വേണ്ടി പോയപ്പോ എന്താണ് നെന്മാറ പോലീസുകളോട് പറഞ്ഞത്? 2 കൊല്ലം കൂടുമ്പോ പോലീസുകാർ മാറുന്നതുകൊണ്ട് അവർക്കും ഒന്നും അറിയില്ല പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം ഓരോന്ന് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് അവര് രാവിലെ 2 പോലീസുകാർ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് 2 പോലീസുകാർ വന്നിട്ട് അയാളിനെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അത്രേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് അതേപോലെ തന്നെ വന്നു. ഒരു നടപടി അവരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല. ഇത്രയും ക്രിമിനലായ ഒരു വ്യക്തി ജാമ്യത്തിൽ പുറത്തിറങ്ങി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം വധഭീഷണി ഉണ്ട് എന്ന് നാട്ടുകാരും അതുപോലെ തന്നെ മുന്നേ കൊല്ലപ്പെട്ട സജിതയുടെ വീട്ടുകാർ ചെന്ന് പോലീസിനെ നേരിട്ട് അറിയിച്ചിട്ടും പോലീസ് ഇതിന് യാതൊരു നടപടിയും എടുത്തില്ല. ആ പ്രതിയെ വിളിച്ചൊന്ന് താക്കീത് ചെയ്ത് വിട്ടു. അത്രമാത്രമാണ് ചെയ്തുള്ളൂ. അത് തന്നെ പോലീസിന്റെ ഒരു അനാസ്ഥയാണ്. ഇയാൾ ഈ വധഭീഷണി നടത്തുന്നുണ്ട്, ഈ നാട്ടുകാരും ഇവരും ചെന്ന് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ തന്നെ ഇയാളുടെ ജാമ്യം റദ്ദ് ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് അച്ഛനെങ്കിലും ഉണ്ടായിരുന്നേനെ. 2 പെൺമക്കളാണ് സുധാകരനുള്ളത്. ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഇനി ഒരു കുട്ടിയും കൂടി ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഈ 1 കൊല ചെയ്യുക 2 കൊല ചെയ്യുക അതൊക്കെ ഒരു ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങുക, വീണ്ടും കൊല ചെയ്യുക, പിന്നീടും ജയിലിൽ പോവുക, അതൊന്നും ഇവർക്കൊരു പുത്തരിയല്ല എന്നാണ് തോന്നുന്നത്. കാരണം സുഖവാസമാണല്ലോ ജയിലിനുള്ളിൽ. 5 വർഷത്തെ സുഖവാസത്തിന് ശേഷം അവൻ പുറത്തിറങ്ങി 2 പേരെയും കൊന്ന് വീണ്ടും ഒളിവിൽ പോയിരിക്കുകയാണ്. പോലീസ് ശക്തമായി തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷെ ഇതുവരെയും പ്രതിയെ പിടിക്കാനായിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊരു ന്യൂസ് കണ്ടു കാണും. മൃദു എന്നൊരു ചെറുപ്പക്കാരൻ വീട്ടിൽ കയറി 3 പേരെ അടിച്ചു കൊല്ലപ്പെടുത്തിയിട്ടുള്ള ന്യൂസ് നിങ്ങൾ കണ്ടു കാണും. ആ ഒരു ഋതു എന്ന കുറ്റവാളി പറയുന്നത് അയാൾക്കൊട്ടും പശ്ചാത്താപമില്ല. അടിച്ച ഒരാൾ മരിക്കാത്തതിലുള്ള വിഷമം മാത്രമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഋതു എന്നൊരു വ്യക്തി ഗുണ്ടാ ലിസ്റ്റിലുള്ളയാളാണ്. ഇയാൾക്കെതിരെ നാട്ടുകാർ കംപ്ലൈന്റ് കൊടുത്തതുമാണ്. എന്നിട്ടും അതിനെതിരെ ഒരു നടപടി ഉണ്ടായില്ല. അതിന്റെ പരിണിത ഫലമാണ് ഒരു വീട്ടിലെ മുഴുവൻ അംഗങ്ങളും ഇല്ലാതായത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നു. സ്വന്തം അമ്മയെ മകൻ വെട്ടിക്കൊന്നത്. അതിനുശേഷമുള്ള അവന്റെ ഒരു വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അപ്പൊ ഇവനൊന്നും യാതൊരു കൂസലുമില്ല. എന്ത് വന്നിട്ടുണ്ടെങ്കിലും നോ പ്രോബ്ലം. 1 കൊലയാണെങ്കിലും 2 കൊലയാണെങ്കിലും ശിക്ഷ ഒന്ന് തന്നെയല്ലേ എന്നായിരിക്കും ഇവരുടെ എല്ലാം ഭാവം.
അപ്പോൾ ഇതേപോലുള്ള കൊലപാതകങ്ങള് ഇപ്പൊ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു കാരണം നമ്മുടെ നിയമവ്യവസ്ഥയാണ്. അപ്പൊ നമ്മുടെ നിയമവ്യവസ്ഥയോട് എനിക്കിനി ഒന്നും പറയാനില്ല. നമ്മുടെ നിയമവ്യവസ്ഥ കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നരഭോജി കടുവകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കടുവകളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ സൈക്കോകളായ പട്ടാപകൽ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്ന ഇതേപോലുള്ള മനുഷ്യരെ എവിടെ വെച്ച് കണ്ടാലും വെടിവെച്ച് കൊല്ലാനുള്ള നിയമം വരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.